30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാം ഒരു ഡീസൽ സ്വിഫ്റ്റ്. നല്ല മൈലേജ് ഉള്ളൊരു വാഹനമാണ്. പാർട്ടിക്ക് ഇപ്പോൾ അഡീഷണൽ വർക്ക് ഉണ്ടോ വണ്ടിയിൽ? ഒന്നുമില്ല. ഇൻഷുറൻസ് നമുക്ക് വണ്ടി ഇറക്കുമ്പോൾ പുതിയ കെട്ടി കൊടുക്കാം. കുഴപ്പമില്ലാത്ത ടയേഴ്സ് എല്ലാം ഉണ്ട്. അത്യാവശ്യം ഇൻഷുറൻസ് പുതിയ കെട്ടി കൊടുക്കുകയും ചെയ്യാം. ഒരു പ്രീമിയം ഹാഷ്ബാക്ക്. ഡീസലോ പെട്രോളോ? ഡീസലാണല്ലേ? ഓക്കെ. നമ്മുടെ ഷോറൂമിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ് i20. നമ്മളൊരു റീൽ ചെയ്തിട്ട് ഇന്നും ഓടുണ്ട് റീൽസ്. കോൾ എന്നെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. 15,000 രൂപ കൊടുക്കാറുണ്ട്. i20 ഡീസൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. ടാക്കോമീറ്റർ ആണ് റെഡ്സിന്റെ ഒരു ഹൈലൈറ്റ്. ടാക്കോമീറ്റർ സെപ്പറേറ്റ് കൊടുക്കുന്നത്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ക്ലെയിംസുകളൊന്നുമില്ല. ലോങ് യാത്രക്കൊക്കെ നമ്മൾ ഈ ഛർദി അങ്ങനത്തെ പ്രശ്നം തലയിട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ SUV-കളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു സഡാൻ കാറ്റഗറി എടുത്താൽ അടിപൊളിയായിരിക്കും. ഇത് നല്ല കംഫർട്ട് ആയിരിക്കും, പിന്നെ അപാരം മൈലേജ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വള്ളുവമ്പ്രത്തുള്ള MT ഓട്ടോസിലാണ്. സഫ നമ്മുടെ കൂടെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പ്രം, കോഴിക്കോട് പാലക്കാട് ഹൈവേയിലായിട്ടാണ് അല്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിൽ ഏതൊക്കെ സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്? നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഹാച്ച്ബാക്കും സെഡാനും അതൊക്കെ ഇന്നത്തെ നമ്മളെ ലിസ്റ്റ് കാണിക്കുന്നത്. മെയിനായിട്ട് കാണിക്കുന്നത് അതിൽ തന്നെ പെട്രോൾ, ഓട്ടോമാറ്റിക്, പെട്രോൾ വണ്ടികളുണ്ട്. ഓട്ടോമാറ്റിക് നിലവിൽ നമ്മളെ സ്റ്റോക്ക് ഇല്ല. SUV-കൾ ഏതെങ്കിലും ഉണ്ടോ ഇപ്പോൾ കയ്യിൽ? SUV നമ്മുടെ കയ്യിൽ ബ്രസി ഉണ്ട്, ടെറാനോകളും ഉണ്ട്, നല്ല സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഹാച്ച്ബാക്കും സെഡാനും. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ നോക്കാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല വിലപ്പാകത്തിൽ വണ്ടികൾ ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. നമ്മൾ കുറച്ച് കാലം ഇവിടെ ചെയ്യുന്നു. ഇന്നേവരെ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വാഹനങ്ങൾ എടുക്കാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് മറന്നു പോകരുത്. ആ ലിങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ഓരോ സ്റ്റോറൂമിലെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം ആ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുതിയ സ്റ്റോക്കിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു i20 തുടങ്ങാം. KL 35 രജിസ്ട്രേഷൻ i20 ആണ്. എലൈറ്റ് ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? 2015 വണ്ടി. എലൈറ്റ് i20 ആസ്റ്റ ടോപ്പ് എൻഡ് ആണ്. 2015 ആസ്റ്റ. ഓക്കെ. ഇതിന് നല്ലൊരു കോസ്റ്റ്ലി അലോയ്സ് എല്ലാം അഡീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡുവൽ ടോൺ ആക്കിയതാണ്, സ്റ്റിക്കർ ചെയ്തിട്ട്. ഓൾറെഡി അലോയ്സ് വരും, പക്ഷെ അത് മാറ്റിയിട്ട് നല്ല അടിപൊളി പ്രൊഫൈലുള്ള അലോയ്സ് ആണ് ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. വേറെ മെക്കാനിക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നിലവിലെ കണ്ടീഷൻ ഒന്നുമില്ല. പുഷ് ബട്ടണും ഫോൾഡിങ്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടി. ഓക്കെ. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക്. ഡീസലോ പെട്രോളോ? ഡീസലാണല്ലേ? ഓക്കെ. നമ്മുടെ ഷോറൂമിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ് i20. നമ്മളൊരു റീൽ ചെയ്തിട്ട് ഇന്നും ഓടുണ്ട് റീൽസ്. കോൾ എന്നെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. 15,000 രൂപ കൊടുക്കാറുണ്ട്. i20 ഡീസൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. ഓക്കെ. അപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും, നല്ല കംഫർട്ടും ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും, കംഫർട്ട് ഉണ്ടാവും. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ ക്ലെയിംസുകളൊന്നുമില്ല. അപ്രോൺസ്, ഫ്ലഡ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ വണ്ടി 100% റിട്ടേൺ എടുക്കും വണ്ടി. ഓക്കെ. ബാക്കി പെയിന്റ് ടച്ചപ്പ് അങ്ങനെ ഉണ്ടാവും, ചെറിയ ബമ്പർ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ മേജറായിട്ട് ഒന്നും ഒന്നുമില്ല. ഓക്കെ. പറോളോ എത്ര കൊടുക്കാം? നമുക്കിതൊരു 520 ഫൈനലാക്കി കൊടുക്കാം. 520 ലാസ്റ്റ് ആണോ? ഏകദേശം ലാസ്റ്റ് ആണ്. ഈ പാർട്ടി വരുമ്പോൾ ചെറിയ നീക്കുപോക്ക് നമ്മൾ വരുത്തി കൊടുക്കണം. ചെയ്ത് കൊടുക്കും. നമ്മളെ തേടി വരുന്നതാണ്. എന്തായാലും ചെറിയ നീക്കുപോക്ക് വരുത്തി കൊടുക്കാം. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. നിലവിലൊന്നും വർക്കൊന്നുമില്ലല്ലോ പാർട്ടിക്ക്? മേജർ പെൻഡിങ് വർക്കുകൾ ഒന്നും നിലവിൽ കണ്ടീഷനിലൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. മേജറായിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പാർട്ടി ഡെലിവറി എടുക്കാൻ പറ്റി ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. 5,20,000 2015 ആസ്റ്റ ഡീസൽ i20. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ കോമ്പാക്ട് സെഡാൻ വാഹനമാണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ ആണ്. ഇത് 2017 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. മേജർ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല. അല്ല, ഒറിജിനൽ കമ്പനി സീറ്റ് കവറിൽ തന്നെ എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ കവർ അത്യാവശ്യം നീറ്റാണ്. കാരണം ഇങ്ങനത്തെ കവർ കാണുമ്പോൾ മൊത്തം മറ്റേ കരിമ്പനടിച്ച പോലത്തെ കറ പിടിച്ചിരിക്കും. അങ്ങനത്തെ പാർട്ടി നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളായതുകൊണ്ട് ക്ലീൻ ആയിരിക്കുള്ള വണ്ടികളാണ്. ഏതാ ഓപ്ഷൻ? VDA ആണ്. 16 വണ്ടി. മിഡിൽ ഓപ്ഷൻ 17. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 2017 ഡിസയർ. ഓട്ടം 1:30. 1,30,000 കിലോമീറ്റർ. കമ്പനി സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ചെക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പറവുള്ള പ്രൈസിങ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,40,000 രൂപയാണ്. 2017 ഒരു 5 ലക്ഷം വരെയൊക്കെ ലോൺ നമുക്ക് കിട്ടുള്ളൂ. 40,000 കണ്ടാ ഇറക്കാം. 40 വേണ്ട. അപ്പോൾ നമ്മൾ i20 എത്ര കിട്ടിയാണ്?
i20ക്ക് നിലവിൽ ലോൺ ഏകദേശം ഒരു 4.5 വരെ ലോൺ കിട്ടും. അതിനും കിട്ടുന്നുണ്ടല്ലേ മാക്സിമം? ഇത് ഏകദേശം നമുക്കൊരു 10-30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടി. അത് ശരി, ഓക്കെ. ബാക്കി നെഗോസിയേഷൻ ഉണ്ടാവും, അതാ പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ ആസ്കിങ് 5,40,000 രൂപ 2017 VDI ഡിസയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. മൈലേജ് ഉണ്ടാവും ഇതിനും? അത്യാവശ്യം നല്ല 20 ലിറ്റർ മൈലേജ്, 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും ലിറ്ററിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു ആൾട്ടോ 800 KL 55 തിരൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. 800 അല്ലേ ഇത്? 800. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2017 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വരുന്ന വണ്ടി. 40,000 കിലോമീറ്റർ ഇന്നേരം ഓടിയിട്ടുള്ള വണ്ടി. 6 വർഷം കൊണ്ട് 40,000. ഒരു 60,000 ഓടേണ്ട ഓട്ടം 40,000. റീപ്ലേസോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വണ്ടി നമുക്ക് ഏകദേശം ഫുൾ ഓൺ കൊടുക്കാനും കഴിയും. 17 VXI. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 2.25 ആസ്കിങ് ചെയ്യണേ, 2.25 ലോണും കൊടുക്കാം. നമുക്ക് 2.65 വണ്ടി ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2,65,000 രൂപയ്ക്ക് 40,000 കിലോമീറ്റർ ഓടിയ 2017 VXI ആൾട്ടോ 800 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഇതും സാധാ വണ്ടിയാണ്. അപ്പോൾ 18-20 റേഞ്ചിൽ ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് ഇപ്പോൾ അഡീഷണൽ എന്താ വർക്ക് ഉണ്ടോ വണ്ടിയിൽ? ഒന്നുമില്ല. ഇൻഷുറൻസ് നമുക്ക് വണ്ടി ഇറക്കുമ്പോൾ പുതിയ കെട്ടി കൊടുക്കാം. കുഴപ്പമില്ലാത്ത ടയർസ് അല്ലാണ്ട് അത്യാവശ്യം ഇൻഷുറൻസ് പുതിയ കെട്ടി കൊടുക്കുകയും ചെയ്യാം. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ എടുത്ത് കൊടുക്കാം. ഫുൾ കവർ എടുത്ത് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് റിറ്റ്സ് ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. ഇതും ഡീസലാ? ഡീസൽ അല്ല, പെട്രോൾ. കിലോമീറ്റർ എത്രയാ? 70,000. ഏതാ മോഡല്? 2013 വണ്ടി, VXI വണ്ടി. 13 അല്ലേ? ഓക്കെ. 13 70 മറ്റേ ലോ കിലോമീറ്റർ ആണ്. 10 വർഷമായി. പിന്നെ VXI വണ്ടി, പെട്രോൾ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ. നല്ല സീറ്റ് കവേഴ്സ് ആണ്. സീറ്റ് കവേഴ്സ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. വേറെ വിഷയങ്ങളൊന്നും നിലവിലൊന്നുമില്ല. ബാക്കി VXI AC പോസ്റ്റർ, 4 ഡോർ പവർ വിൻഡോ, RPM മീറ്റർ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാക്കോമീറ്റർ ആണ് റിറ്റ്സിന്റെ ഒരു ഹൈലൈറ്റ്. ടാക്കോമീറ്റർ സെപ്പറേറ്റ് കൊടുക്കുന്നത്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ക്ലെയിംസുകളൊന്നുമില്ല. ബമ്പേഴ്സ് എന്തോ മാറിയിട്ടുണ്ട്, വേറെ മേജർ ക്ലെയിമുകളൊന്നും ശരിയില്ല. ഓക്കെ. പെട്രോൾ റിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 13-15 റേഞ്ച് മൈലേജ്. അല്ല, റിറ്റ്സിൽ i20 കുറച്ച് മൈലേജ് വരുന്നുണ്ട്. 17-15 ലെവലിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. 15 നമ്മൾ ലോക്കല് ഹൈവേ പോണി 17 വരെ റിറ്റ്സിന് മൈലേജ് കിട്ടുന്നുണ്ട്. ടയർസിന്റെ അവസ്ഥ നിലവിൽ? ടയർസ് ഒക്കെ ഒരു ആവറേജ് ആവറേജ് ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.25 ലക്ഷമാണ്. 2013 VXI 3,25,000. 70,000 കിലോമീറ്റർ കമ്മിയാണ് വണ്ടി. 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ്. തേർഡ് ഓണർഷിപ്പ്. അതെ, അതുകൊണ്ട് ലോൺ കിട്ടുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. ഒരു 2-2.25 വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം ലോൺ കിട്ടുന്നൊരു പെട്രോൾ വാഹനമാണ്. ലോ കിലോമീറ്റർ വണ്ടി, ലോ കിലോമീറ്റർ. താല്പര്യം കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. നല്ല അടിപൊളി ഒരു ഡീസൽ വർണ്ണ KL 44 രജിസ്ട്രേഷൻ 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ പറക്കുകയും ചെയ്യും. അപാരം മൈലേജ്, നല്ല കംഫർട്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. ലോങ് യാത്രക്കൊക്കെ നമ്മൾ ഈ ഛർദി അങ്ങനത്തെ പ്രശ്നം തലയിട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ SUV-കളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു സഡാ കാറ്റഗറി എടുത്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയാ? ഇത് 2011 വണ്ടി, 1.6 ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിക്കാതെ വണ്ടി, ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20 അബവ് മൈലേജ് കിട്ടും. അല്ല, ഓട്ടോ എത്രയായി ഇപ്പോൾ? ഓട്ടോ 1.36 കറക്റ്റ് ആണ്. സീറ്റ് കവർ, വലിയ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അലോയ്സ് വേറെ അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? SX ആണ്. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ടായിരുന്നു. എയർ ബാഗ് ഒന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനം. ഡീസൽ, വലിയ കിലോമീറ്റർ ഓടിയില്ല. ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറി. ഇതിപ്പോ എന്റെ പെങ്ങളെ പേരിലാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ ലാസ്റ്റ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തായിരുന്നു. ശരി, ഒരു ക്ലച്ച് വന്നപ്പോൾ ഒരു പാർക്കിംഗ് സെയിൽ വെച്ചു. ഇത് മാറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. പ്രൈസിങ് എങ്ങനെയാണ്? നമുക്കൊരു 3 ലക്ഷത്തിന് ഫൈനലാക്കി കൊടുക്കാം. 3 ലക്ഷം. 2011 SX ഡീസൽ വർണ്ണ സെഡാനിൽ നല്ലൊരു എക്സിക്യൂട്ടീവ് വണ്ടി. അതെ, തീർച്ചയായും നല്ലൊരു അടിപൊളി ഷേപ്പുമാണ്. അപ്പോൾ താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്യാം. 3 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചെറിയ ലെവലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോണ് ഒരു 2-2.5 ഒക്കെ കയറും. 2-2.5 ഉള്ളിൽ നമുക്ക് കയറ്റി കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും സെഡാനാണ്. KL 1 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി സിയാസ്. ഇത് ഡീസലാണോ? സിയാസ് ഡീസലുമാണ്, ഹൈബ്രിഡ് എഞ്ചിനോട് കൂടിയാണ്. നല്ല മൈലേജ് 22 ഒക്കെ കിട്ടാൻ. ഓടി വരെ ടാക്സിക്കാരൊക്കെ ഓടി വന്നോളൂ. നല്ല മൈലേജ് ഉള്ള നല്ല വണ്ടി. അതെ, പ്രൈവറ്റ് ആണ് വണ്ടി. ടാക്സിക്കാരുണ്ടെങ്കിൽ അവർക്ക് ടാക്സി ആക്കാം, പക്ഷെ നല്ല മൈലേജ് ഉണ്ടാവും ഹൈബ്രിഡ് ആയതുകൊണ്ട്. പറഞ്ഞോളൂ, എങ്ങനെയാ? ഇത് 2015 വണ്ടി, 16 രജിസ്റ്റർ വരുന്ന
സിയാസ് VDI പ്ലസ് ഹൈബ്രിഡ് എഞ്ചിന്. VDI പ്ലസ് ആകുമ്പോൾ എന്താ മാറ്റം വരാം? സ്റ്റിയറിംഗ് കൺട്രോൾ വരും. പിന്നെ എയർ ബാഗ്സ് ഉണ്ടാവോ? എയർ ബാഗ്സ് ഉണ്ട്. ഒന്നുണ്ടാവും തോന്നുന്നു. ഡ്രൈവർ എയർ ബാഗ് ഉണ്ടാവും അല്ലേ? പിന്നെ മെയിനായിട്ട് ഓക്കെ, ഡ്രൈവർ എയർ ബാഗ് മാത്രമേ ഉണ്ട്. അതെ. പിന്നെ പ്രൊജക്ട് ലാമ്പ് വരും. അത് തന്നെ മെയിനായിട്ട് ലാമ്പ് വരും. VDI ആകുമ്പോൾ പ്രൊജക്ട് ലാമ്പ് ഉണ്ടാവില്ല, സ്റ്റിയറിംഗും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അത് രണ്ട് മാറ്റം ഉണ്ടാവും. അത്രയാണ് വ്യത്യാസം. ഓട്ടം 1.4 ലക്ഷം. 1,25,000 വണ്ടിയാണ്. ഓക്കെ. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ 5,700 ആസ്കിങ് ചെയ്യണേ. ഒരു 5.5 ലക്ഷത്തിന് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ VDI പ്ലസ് സിയാസ് സ്വന്തമാക്കാം. 20യുടെ മേലെ മൈലേജ് ഹൈബ്രിഡ് ആയതുകൊണ്ട്. 20യുടെ മേലെ വെച്ചാൽ ചിലപ്പോൾ 22 above ഒക്കെ കിട്ടും തോന്നുന്നു. 24 വരെ കിട്ടുന്ന പറയുന്നുണ്ട്. 20 നമ്മൾ പറയാം. ഓക്കെ, അതെ 20 പറയാം. അത്രേ ഉള്ളൂ. ലോൺ 5 ലക്ഷം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസും കൊടുക്കാം. ഓക്കെ, നിലവിൽ ഇൻഷുറൻസ് തീർന്നെടുക്കുകയാണ് നമുക്ക് പുതിയ കെട്ടി കൊടുക്കാം. ഫുൾ കവർ എടുത്ത് കൊടുക്കും. പുതിയ കെട്ടി ഫുൾ കവർ എടുക്കും. ഒരു പഴയ ഷേപ്പ് i20 KL8 രജിസ്ട്രേഷൻ i20. ഇത് പെട്രോൾ ഡീസലാണല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2012 വണ്ടി, 13 രജിസ്റ്റർ വരുന്ന ആസ്ട്ര വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇതിൽ പുഷ് ബട്ടൺ ഒക്കെ വരുന്നില്ല. പുഷ് ബട്ടൺ വരും, മിറർ ഫോൾഡിംഗ് വരും, ബാക്ക് വൈപ്പർ, സ്റ്റിയറിംഗ് കൺട്രോൾ, സെറ്റ്, റിവേഴ്സ് എയർ ബാഗ് 2 ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ്സ്, ബാക്ക് വൈപ്പർ, ABS എല്ലാം ഉണ്ടാവും. നീറ്റാണ് കേട്ടോ വണ്ടി. സിംഗിൾ RC ആണ്, സെക്കൻഡ് ഓണർ ആണ്. നമ്മള് പേരല്ല, ഭർത്താവിന്റെ വണ്ടി വൈഫിന്റെ പേരോട്ട് മാറി പുതിയ വണ്ടി വന്നപ്പോ. അല്ല, RC സിംഗിൾ തന്നെയുള്ള അല്ല, സിംഗിൾ ഓണർ, സെക്കൻഡ് RC. അങ്ങനെ ഉപയോഗിച്ചതൊക്കെ ഒരാൾ തന്നെയാണ്. പേരിലേക്ക് മാറി. ഒരേ അഡ്രസ്സിൽ 2 പേരോടും മാറി. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നീറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങളും വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. വണ്ടി കുറ്റം പറഞ്ഞ ഫുൾ കൊയ്മാന്തി നമ്മൾ കൊടുക്കും. നമ്മൾ ഓഫർ അത് ഞാൻ ഓടിച്ചു വന്നാണ്. ഞാൻ തന്നെ പറയാം, അയ്യോ മേടിച്ചതാ. പക്ഷെ ഇത് ഞാൻ തൃശ്ശൂരിൽ ഞാൻ ഓടിച്ചു വന്ന വണ്ടി, അതുകൊണ്ട് അത്രയും കോൺഫിഡൻസ് അത് പറയണേ. അത് ശരി. ഓക്കെ, അത്ര അടിപൊളിയാണ്. എത്ര മൈലേജ് കിട്ടി? ആവറേജ് ഒരു 20 ഹൈവേ റേഞ്ച് കിട്ടുന്നുണ്ട്. 20 ലെവലില് മൈലേജ് 18-20 കിട്ടും. അതെ. ഫ്രണ്ട് നല്ല ടയേഴ്സ് ആണ് രണ്ടും. ഫ്രണ്ട് 2 പുത്തണ്ടായിരം ആവറേജ്. ഓക്കെ, അത് നമ്മൾ മാറ്റേണ്ടി വരും. എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കണ 3.25 ലക്ഷമാണ്. ഓക്കെ, ഒരു 3.10 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 3,10,000. 12 മോഡൽ, 13 രജിസ്ട്രേഷൻ, ഡീസൽ i20 ആണ്. നല്ല മൈലേജ് ഉള്ള വാഹനമാണ് ഇതും. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കുക, അല്ല പുതിയ വണ്ടിയല്ല, വേറെ ഏതെങ്കിലും വണ്ടി നോക്കാൻ പോകുമ്പോൾ ആ ഒരു റേറ്റിന് ചിലപ്പോൾ 1 വർഷം 2 വർഷം മോഡൽ കുറഞ്ഞാലും ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് നമ്മൾ 12 ഷിഫ്റ്റ് ZD എടുക്കുകയാണെങ്കിൽ ഒരു 3.25-3.5 ലക്ഷം വരും. ഷിഫ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നോക്കിയിട്ട് എടുക്കാം. അടിപൊളി ഒരു വാഹനം അല്ല? നല്ല കളറാണ് അതിന്റെ. അതെ, ഈ കളർ നല്ലൊരു ഇതാണ്. തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് സ്വിഫ്റ്റ്. മലപ്പുറക്കാരുടെ ഭാഷയിൽ സ്വിഫ്റ്റ് അല്ല, മലപ്പുറത്ത് കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ്. പലരും കമന്റ് പറയാറുണ്ട് ഷിഫ്റ്റ് അല്ല സ്വിഫ്റ്റ് ആണെന്ന്. അത് അവർക്കറിയാം, പക്ഷെ അതങ്ങനെ പറയുന്നതാണ്. നമ്മളൊരു ഭാഷയാണ്. മലപ്പുറത്ത് ഞാൻ അധികം ഏരിയയിലും കേട്ടിട്ടുണ്ട്. സ്വിഫ്റ്റിന് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു കൊളോക്കൽ ലാംഗ്വേജ് ആണ് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വണ്ടി, ZXi പെട്രോള് ടോപ്പ് എൻഡ് വണ്ടി. ഇത് ഞാൻ പറഞ്ഞ മാതിരി i20 പറഞ്ഞ മാതിരി കുറ്റം പറഞ്ഞവന് ഫുൾ മന്തി. ഞാൻ ഗ്യാരണ്ടി. മന്തി കഴിച്ചാൽ മടുക്കും. കാരണം ഇത് 2 ഞാൻ ഓടിച്ചു തന്നാണ്. അപ്പൊ ഇതിന്റെ ഫുള്ള് ഉള്ളും പുറം എനിക്കറിയാം. അടിപൊളി ടയേഴ്സ് ആണ് കേട്ടോ. ടയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുറ്റ വണ്ടിക്ക് ഞാൻ ഒരാളും പറയില്ല. എത്ര ഓട്ടം? 1 ലക്ഷം ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്, സിംഗിൾ RC വണ്ടി. ചിലപ്പോ നമ്മള് വീഡിയോ വന്നു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ആയിക്കോണം. നമ്മൾ ആധാർ കൊടുത്തിട്ട് അവിടുന്ന് വണ്ടി ഡെലിവറി തന്നെ, അല്ലെങ്കിൽ തരൂലെന്ന് ഒറ്റ വർത്തണം. അങ്ങനത്തെ ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. വണ്ടിക്കൊരു ജലദോഷം വന്നാലും ഷോറൂമ് കൊണ്ടേ കാണിക്കുള്ളൂ. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. എത്രയായിരുന്നു മോഡൽ? 2013 വണ്ടി, ZXi വണ്ടി, സിംഗിൾ RC വണ്ടി. രജിസ്ട്രേഷൻ എല്ലാം 13 ഒക്കെ 13. ഓക്കെ, വലിയൊരു ഓട്ടോ അല്ല, പെട്രോൾ വണ്ടിയല്ല, ഒരു നോർമൽ ഓട്ടോ തന്നെ. പിന്നെ സസ്പെൻഷൻ സൗണ്ട് അതുപോലും ഇല്ല, നല്ല കംഫർട്ട്. ഓക്കെ, ഞാൻ ഓടിച്ചു വന്നോണ്ട് പറയുന്നത്. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മള് 4 ലക്ഷം ആസ്കിങ് ചെയ്യണേ. ഒരു 3.80 ലെവലിലൊക്കെ ചെയ്ത് കൊടുക്കാം. 3,80,000 രൂപയ്ക്ക് 2013 ZXi ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ വാഹനമാണ്. VXi അല്ല, ZXi ആണ്. ZXi. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ എനിക്ക് ഒരു 3-3.25 ലക്ഷം വരെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ റേറ്റ് എങ്ങനെ മാക്സിമം അടുപ്പിച്ചിട്ട് റേറ്റ് ഇല്ല? നമുക്ക് മാക്സിമം പാർട്ടി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നീക്ക് പോക്ക് വരുത്തി കൊടുക്കും ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത സ്വിഫ്റ്റ് വന്നു. ഇനിയൊരു സ്വിഫ്റ്റ് കൂടെ നമ്മളെ വെയിറ്റിംഗ് ആണ്. ഇത് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. ഇത് 2013 വണ്ടി. ഓക്കെ, വീഡിയോ വണ്ടിയാണ്, ഡീസൽ വേരിയന്റ്. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനം. നമ്മൾ നേരത്തെ കണ്ട പെട്രോൾ ടോപ്പിന്റെ വാഹനം.
ഇത് ഏകദേശം ഒരു 1.40 ലെവലിൽ ഓടിയിട്ടുണ്ട്. മേജർ പണികളൊന്നുമില്ല, മേജർ പണികളെല്ലാം ചെയ്തതാണ്. മെക്കാനിക് ഇഷ്യൂസ് നിലവിൽ ഒന്നും കാണിക്കാണ്ടാവില്ല, എല്ലാം ക്ലീൻ ആണ്. ഓക്കെ, 18 എബോവ് മൈലേജ് ഉള്ള ഒരു വാഹനം. അതെ, നല്ല മൈലേജ്. ഓക്കെ, ക്ലീൻ കവർ ഉണ്ട്, LCD ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടയേഴ്സ് 90 പറയാം. ഓക്കെ, ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം. ക്ലെയിം ഒന്നുമില്ല അല്ലേ? മേജർ ക്ലെയിംസുകളൊന്നുമില്ല, പ്രോൺസ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കണത് 3.65 3,65,000 രൂപയാണ്. ഒരു 3.5 ലക്ഷത്തിന് നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. 2013 ഡീസൽ ഡീസൽ വരും. ഓക്കെ, ലോണ് എനിക്ക് 3 ലക്ഷം ലെവലിൽ എന്തെങ്കിലും കിട്ടും. ഒരു 50,000 ലെവലിലൊക്കെ ആൾക്കാർ കണ്ടാൽ മതി. ഓക്കെ, അടുത്ത സ്വിഫ്റ്റ് KL 31 രജിസ്ട്രേഷൻ വാഹനം. 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഡീസൽ VDI ഓപ്ഷനാണ്. ഓക്കെ, നേരത്തെ 13 കണ്ടു, ഇത് 14 VDI. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിട്ടു, 31 13. ഓക്കെ, മേജർ ക്ലൈംസുകളൊന്നും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ RC വണ്ടിയാണ്, ഏകദേശം ഒരു 1.5 ലക്ഷം ലെവലിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ RC വണ്ടിയാണ്, സിംഗിൾ ഓണർ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ഇതിൽ ടയേഴ്സ് ആവറേജ് ഉള്ളൂ, ആവറേജ് ടയേഴ്സ് ഉള്ളൂ, ടയേഴ്സ് മാറ്റാനായിട്ടുണ്ട്. ഓക്കെ, മേജർ ഇതിൻ്റെ കഴിഞ്ഞോ? LMI സർവീസ് കഴിഞ്ഞതാണ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ? നമ്മളെ കമ്പനിയുടെ തന്നെ ഒറിജിനൽ സെറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയറാണ്, വൃത്തിയുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ 4 ലക്ഷമാണ് ആസ്കിങ് ചെയ്യണത്. 14 വണ്ടി. ഓക്കെ, 14 VDI, 4 ലക്ഷം നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഒരു ഏകദേശം 3.80 ലെവലിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 3,80,000 ഫൈനൽ റേറ്റ് കൊടുക്കാം. ഓക്കെ, 2014 VDI. ഓക്കെ, ഒരു 3 ലക്ഷം 3.4 ലക്ഷം വരെ ലോണും ചെയ്യാൻ കഴിയും. 3.5 വരെ കഴിയും. 14 മോഡൽ ഉണ്ടല്ലോ. അങ്ങനെ 3.50 കിട്ടുകയാണെങ്കിൽ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാം. ഒരു ഡീസൽ സ്വിഫ്റ്റ്, നല്ല മൈലേജ് ഉള്ളൊരു വാഹനമാണ്. ഓക്കെ, വേറെ ഇനി അടുത്ത വണ്ടി ഏതാ? ഇനി ഒരു i20 കാണിക്കണം. ഏകദേശം നമ്മുടെ കയ്യിൽ 5 i20 എന്ന സ്റ്റോക്കുകൾ. അതിപ്പോൾ ഏകദേശം നമ്മൾ 1, 2, 3 i20 നമ്മളിന്ന് കാണിക്കണുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടി. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം i20 അവസാനിപ്പിക്കാം. നമുക്ക് എലൈറ്റ് ഷേപ്പ് തന്നെയാണ്. രജിസ്ട്രേഷൻ ഏതാ വരുന്നത്? രജിസ്ട്രേഷൻ വരുന്നത് 39. KL 39 രജിസ്ട്രേഷൻ. ടോപ്പ് എൻഡ് ആണോ? ആസ്റ്റേ ആണോ? ടോപ്പ് എൻഡ് അല്ല, സ്പോർട്സിൽ ബട്ടൺ ഷാർട്ട് വരുന്നുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ വണ്ടി. ഓക്കെ, അതാണ് അലോയ്സ് വരുന്നത്. ആസ്റ്റേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാക്കിൽ വൈപ്പർ വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? ബട്ടൺ ഷാർട്ട്, മിറർ ഫോൾഡിങ്, ഹെഡ്ലാമ്പ് പ്രൊജക്റ്റഡ് അല്ല, നോർമൽ. അത്രേ ഉള്ളൂ വ്യത്യാസം. പുറകെ വൈപ്പർ, ഹെഡ്ലാമ്പ്. ഹെഡ്ലാമ്പ് മറ്റേ ആസ്ട്രയിൽ ഓപ്ഷണൽ വണ്ടിക്കല്ലോ പ്രൊജക്ട് ലാമ്പ് വരുന്നുള്ളൂ, ആസ്ട്രയ്ക്ക് വരുന്നില്ല. ആസ്ട്രയ്ക്ക് വരുന്നില്ല. ആസ്ട്ര സംബന്ധിച്ച് നോക്കുമ്പോൾ ബാക്കിലെ വൈപ്പർ മാത്രം ഒഴിവുണ്ട്, ബാക്കി എല്ലാം കറക്റ്റാണ്. എയർ ബാഗ് എല്ലാം വരുന്നില്ല. എയർ ബാഗ് ഉണ്ട്, ബട്ടൺ ഷാർട്ട് വരും, മിറർ ഫോൾഡിങ് വരും, അലൈസകല് വരും. ഓക്കെ, പറഞ്ഞോളൂ മോഡല്. ഇത് 2015 വണ്ടി തന്നെയാണ്. ആസ്ട്രയിൽ സ്പോർട്സിൽ ഓപ്ഷൻ വണ്ടി. സ്പോർട്സ് ഓപ്ഷൻ. അതെ അതെ. ഡീസലോ പെട്രോളോ? ഡീസൽ. വീണ്ടും മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, ഡുവൽ ടോൺ ആക്കിയതാണ്, സ്റ്റിക്കർ ചെയ്തതാണ്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ക്ലെയിംസുകളൊന്നുമില്ല. ഓട്ടം 1.20 1.35 അങ്ങനത്തെ ലെവലാണ്. അപ്പോൾ സർവീസ് ഒക്കെ കഴിഞ്ഞോ? സർവീസ് കഴിഞ്ഞതാണ്, മേജർ എല്ലാം കഴിഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 5,10,000 രൂപയാണ്. 2015 ഡീസൽ സ്പോർട്സ് ഓപ്ഷനിലാണ്. എപ്പോഴും കിട്ടില്ല സ്പോർട്സ് ഓപ്ഷൻ. 5,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇതിൽ മാക്സിമം ലോൺ കിട്ടുമോ? ലോൺ ഒരു 4.5 നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽ, അതായത് ഇവരുടെ വർക്ക്ഷോപ്പിലൊക്കെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ അയച്ചു തരും. ഇനിയൊരു ലീവ് വരാണ്ട്, വെർണ വരാണ്ട്, വാഹനങ്ങൾ വരാണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിൽ തന്നെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ, കമൻറ്റ് വരട്ടെ. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷോപ്പിക്ക് വരട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതിൻ്റെ കാരണം കൂടുതൽ കമൻറ്റിലേക്ക് മെൻഷൻ ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറ്റം വരുത്തി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ. അതെ, എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് വിട്ടുകൊണ്ട. ഞാൻ സഫുവിൻ്റെയാണ് കൂടുതലും സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ചാനലിൽ കാണാറുണ്ട്. സഫുവിൻ്റെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. മറ്റു പലരും ഇങ്ങനെ അയച്ചു തരുന്നില്ല, ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്കൊക്കെ അതിലേക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറന്നു വേണ്ട, ആ ചാനൽ കൂടെ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.